കൊച്ചി കപ്പൽശാലയിൽ ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്ന സംഭവത്തിൽ കരാർ ജീവനക്കാരൻ അറസ്റ്റിൽ. മലപ്പുറം സ്വദേശി ശ്രീനിഷ് പൂക്കോടനെയാണ് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന കപ്പലിന്റെ തന്ത്രപ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടെ ഇയാൾ മൊബൈലിൽ പകർത്തിയെന്നും തുടർന്ന് സമൂഹ മാധ്യമം വഴി കൈമാറിയതായും കണ്ടെത്തി. ഉമേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഉമേഷ്, ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എപ്രകാരമായിരിക്കും? സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം എപ്രകാരമാണ്? കൊച്ചി കപ്പൽശാലയിലെ ഇലക്ട്രോണിക് മെക്കാനിക് വിഭാഗത്തിലെ കരാർ ജീവനക്കാരനായ ശ്രീനിഷ് പൂക്കോടനെയാണ് എറണാകുളം സൗത്ത് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന പോലീസ് പറയുന്ന വിവരങ്ങൾ ഇവയാണ്. ഈ കപ്പൽശാലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന നാവികസേനയുടെ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന കപ്പലിൻ്റെ തന്ത്രപ്രധാന ഭാഗങ്ങൾ ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തി. അതുകൂടാതെ പ്രതിരോധ കപ്പലുകളുടെ ഈ വരവ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അവയുടെ നിലവിലുള്ള സ്ഥാനം എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, VVIPകളുടെ സന്ദർശന വിവരങ്ങൾ അടക്കം നിരവധി വിവരങ്ങൾ ശേഖരിച്ച് ഇയാൾ ഈ മൊബൈൽ ഫോൺ വഴി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലേക്ക് കൈമാറി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നത് കപ്പൽശാലയിലെ തന്നെ ആഭ്യന്തര സുരക്ഷാ വിഭാഗവും ഇൻ്റലിജൻസ് ബ്യൂറോയുമാണ്. അവരാണ് ഇത് അന്വേഷണത്തിൽ ഈ ശ്രീനിഷ് പൂക്കോടൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഏഞ്ചൽ പായൽ എന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലേക്ക് ഈ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന കാര്യം തിരിച്ചറിയുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസിന് കൈമാറി. പോലീസ് അന്വേഷണം നടത്തി ഈ കപ്പൽശാലയിലെ കരാർ ജീവനക്കാരനായ ഇയാളാണ് ഇതിന് പിന്നിലെന്ന് തിരിച്ചറിയുകയും അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശ്രീനിഷ് പൂക്കോടൻ്റെ അറസ്റ്റ് എറണാകുളം സൗത്ത് പോലീസ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഇനി ആരാണ് ഈ ഏഞ്ചൽ പായൽ? ഈ ശ്രീനിഷ് പൂക്കോടൻ എങ്ങനെയാണ് ഏഞ്ചൽ പായലിനെ പരിചയപ്പെട്ടത്, എന്തിനു വേണ്ടിയായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തി കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണം വിശദമായി നടക്കേണ്ടത്. ഇയാൾ പറയുന്ന വിവരമനുസരിച്ച് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ടതാണ് ഏഞ്ചൽ പായൽ എന്നയാളെ. ഇവർ ഒരു തവണ തന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന ഒരു വനിതയാണ് ഈ ഏഞ്ചൽ പായൽ എന്നൊക്കെ ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. യഥാർത്ഥ ഉടമ തന്നെയാണോ ഈ അക്കൗണ്ടിന് പിന്നിലുള്ളത് എന്ന കാര്യമാണ് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഈ തന്ത്രപ്രധാന വിവരങ്ങൾ മൊബൈലിൽ പകർത്തി കൈമാറാൻ ആവശ്യപ്പെട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വിശദമായ അന്വേഷണം നടക്കേണ്ടത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിദേശ ബന്ധം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ നിലയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം ഈ ശ്രീനിഷ് പൂക്കോടനെ അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തു. ഇനി തുടർന്നുള്ള നടപടി എന്ന് പറയുന്നത് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള അപേക്ഷ ഉടൻ തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.